വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി സാധ്യമാണോ? പ്രായോഗികമായി ചിന്തിച്ചാൽ അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന് തന്നെയാവും പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ പ്രിയങ്ക ഗാന്ധിക്ക് മറികടക്കാൻ കഴിയുമോ? അതോ ഭൂരിപക്ഷം വല്ലാതെ കുറയുമോ? വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത്തരം ചില അട്ടിമറികൾ സാധ്യമാണ്, അല്ലെങ്കിൽ അട്ടിമറിയുടെ വക്കോളമെത്തിയ ഭൂരിപക്ഷ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. പക്ഷേ ചിലർ വരുമ്പോൾ ഇതെല്ലാം മാറും എന്ന് പറയുന്നത് പോലെ നെഹ്റു കുടുംബത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എത്തുമ്പോൾ അത്തരം ചരിത്രങ്ങളൊക്കെ വഴിമാറാറുമുണ്ട്. എന്നാലും ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ മണ്ഡലം ചിന്തിക്കുന്നതെന്നറിയാൻ, ചിന്തിച്ചിരുന്നത് എന്നറിയാൻ. വയനാട് പ്രധാനമായും 7 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 7 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഏറ്റവും അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ അതിൽ 4 UDF 3 LDF എന്നുള്ളതാണ്. അത് ഒരു സുരക്ഷിത മണ്ഡലം എന്ന് കണക്കാക്കാൻ കഴിയുന്നതല്ല. അവിടെയെല്ലാം ചിത്രം മാറുന്നത് മത്സരിക്കുന്ന വ്യക്തികളെ കൂടി ആശ്രയിച്ചാണ് എന്ന് പറയേണ്ടി വരും. അല്ലാതെ LDF ഒരിക്കലും ബാലികേറാമലയായി നിൽക്കുന്ന ഒരു മണ്ഡലമല്ല വയനാട് ലോക്സഭാ മണ്ഡലം. വയനാട് പ്രധാനമായും 3 ജില്ലകളിലായിട്ടാണ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഇങ്ങനെ 3 ജില്ലകളിലെ മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നത്. വയനാട് ജില്ലയിൽ നിന്നുള്ള മാനന്തവാടി, സുൽത്താൻ ബത്തേരി, അതോടൊപ്പം തന്നെ കൽപ്പറ്റ, കോഴിക്കോട് നിന്നുള്ള തിരുവമ്പാടി മണ്ഡലവും ഇതിൽപ്പെടുന്നു. മലപ്പുറത്ത് നിന്ന് ഏറനാടും നിലമ്പൂരും വണ്ടൂരും പെടുന്നത് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടുത്തെ LDFൻ്റെയും UDFൻ്റെയും ആരൊക്കെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയം എന്ന് പരിശോധിച്ചാൽ വയനാട് മാനന്തവാടിയിൽ LDFൻ്റെ ഇപ്പോഴത്തെ മന്ത്രി OR കേളുവാണ് വിജയിച്ചത്. സുൽത്താൻ ബത്തേരിയിൽ UDFൻ്റെ IC ബാലകൃഷ്ണനായിരുന്നു 2ാം തവണയും വിജയിച്ചത്. കൽപ്പറ്റയിൽ UDFൽ നിന്ന് T സിദ്ദിഖാണ് വിജയിച്ചത്. കോഴിക്കോട് തിരുവമ്പാടി LDFൻ്റെ മണ്ഡലമാണ്, ലിൻഡോ ജോസഫാണ് വിജയിച്ചത്. മലപ്പുറത്ത് ഏറനാട് PK ബഷീറിൻ്റെ മണ്ഡലം. നിലമ്പൂരിൽ LDF സ്വതന്ത്രനായി മത്സരിച്ച, ഇപ്പോൾ LDFലും UDFലും ഒന്നും ഇല്ലാതെ ഇനി എങ്ങോട്ട് പോകും എന്നറിയാതെ നിൽക്കുന്ന PV അൻവറാണ്. പക്ഷേ LDFൻ്റെ കണക്കിൽ തന്നെ പെടുത്തേണ്ടി വരും. വണ്ടൂരിൽ AP അനിൽകുമാർ തന്നെയാണ് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. AP അനിൽകുമാർ തന്നെയാണ് അവിടെയും ജയിച്ചത്. എന്തായാലും അങ്ങനെ 4-3 എന്നുള്ളതായിരുന്നു ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 2021 നിയമസഭയുടെ കണക്ക്. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം, ഇരട്ടിയിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും 2019 മത്സരിക്കുമ്പോഴും 7 മണ്ഡലങ്ങളിലും ഇരട്ടിയും 3 ഇരട്ടിയും ഒക്കെ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. എന്നാൽ അതിന് തൊട്ട് മുൻ തവണ 2014 MI ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 20,000 മാത്രമായിരുന്നു എന്നത് ആലോചിക്കണം. ഈ മാനന്തവാടിയിൽ നടക്കം 2 മണ്ഡലങ്ങളിൽ, കൽപ്പറ്റയിൽ നടക്കം ഭൂരിപക്ഷം നേടാൻ അന്ന് MI ഷാനവാസിന് കഴിഞ്ഞില്ല എന്നത് കൂടി ആലോചിക്കണം. MI ഷാനവാസ് 2014 മുമ്പ് 2009 മത്സരിക്കുമ്പോൾ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തെയാണ് 5 വർഷം കൊണ്ട് അദ്ദേഹം ഭൂരിപക്ഷം 20,000-ലേക്ക് താഴ്ത്തിയത്. അവിടെ നിന്നാണ് 4.5 ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അറിയാം, കോൺഗ്രസിൻ്റെയോ LDF UDF മത്സരമല്ല ഇത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള മത്സരമാണ്. ഇനി രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ സ്വീകാര്യത, രാഹുൽ ഗാന്ധിക്ക് തുടക്കകാലത്തുണ്ടായിരുന്ന എതിർപ്പുകൾ, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ, ഇതെല്ലാം മറികടന്ന പക്വതയുള്ള ഒരു നേതാവായി ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദിക്ക് എതിരാളിയായി നിൽക്കാൻ, അല്ലെങ്കിൽ ഒത്ത എതിരാളിയായി നിൽക്കാൻ കഴിയുന്ന പക്വമതിയായ ധീരനായ ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറി. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെ മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് അപ്പുറം പ്രിയങ്ക ഗാന്ധിക്കുള്ള പ്ലസ് പോയിന്റുകൾ വളരെ വേഗത്തിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ്. രാഹുൽ ഗാന്ധിയെപ്പോലെ പക്ഷേ അങ്ങനെ ഒരു പരിഭാഗം വന്ന നേതാവാണ് പ്രിയങ്ക എന്ന് പറയാൻ കഴിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ തന്നെ, സജീവ രാഷ്ട്രീയത്തിൽ തന്നെ അവരുടെ പരിചയം 10 വർഷത്തിൽ താഴെയാണ്. അവിടെയെങ്കിലും ഒരു വൻ വിജയമുണ്ടാക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. UPയുടെയൊക്കെ ചുമതല ഉണ്ടായിരുന്നെങ്കിലും UPയിലൊന്നും അങ്ങനെ ഒരു വലിയ വിജയമുണ്ടാക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളെ വളരെ വേഗത്തിൽ ആകർഷിക്കാനും ജനക്കൂട്ടത്തെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാനും ഒക്കെയുള്ള ശേഷി ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതലുണ്ട്. സ്വാഭാവികമായും രാഹുലിൻ്റെ സഹോദരി എന്ന നിലയ്ക്കും
നെഹ്റു കുടുംബത്തിൻ്റെ ഇളമുറക്കാരി എന്ന നിലയ്ക്കും ദേശീയ തലത്തിലടക്കം BJPക്കെതിരെ ശക്തമായി പോരാടുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ കോൺഗ്രസിനെ ശക്തമായി നിലനിർത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്കുമൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് അത്തരത്തിലേക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഏറെയാണ് താനും. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതുമല്ല. നമുക്ക് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 2009 മുതൽ ആയിരിക്കും പരിശോധിക്കുന്നത് നന്നാവും എന്ന് തോന്നുന്നു. 2009 UDFിൻ്റെ സ്ഥാനാർത്ഥിയായി MA ഷാനവാസ് ആണ് എത്തുന്നത്. MA ഷാനവാസിന് 4,10,703 വോട്ടാണ്. 49.86%, 50%-നടുത്ത് വോട്ട് നേടുക എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് മികച്ച ഒരു വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ്. അത് MA ഷാനവാസിന് അന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. LDFിൽ നിന്നും M റഹ്മത്തുള്ളയാണ് മത്സരിച്ചത്. 2,57,264 വോട്ടാണ്. 31.23% വോട്ടാണ്. അന്ന് വാസുദേവൻ ആണ് മത്സരിച്ചത്. BJP സ്ഥാനാർത്ഥിയായിട്ട് 3.8% വോട്ട് നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇന്നിപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് എവിടെയും മത്സരിപ്പിക്കാം, ഈ വയനാടടക്കം മത്സരിപ്പിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറയുന്ന മുരളീധരൻ അന്ന് കോൺഗ്രസിലില്ല. അദ്ദേഹം അവിടെ വയനാട് മത്സരിക്കുന്നു. DACയുടെ സ്ഥാനാർത്ഥിയായി 99,663 വോട്ട് കിട്ടി. 1 ലക്ഷം വോട്ട് അദ്ദേഹത്തിന് കിട്ടി. 12.1% വോട്ട്, 3% വോട്ട് മാത്രം BJPക്ക് ലഭിച്ചപ്പോൾ 12% വോട്ട് ഒറ്റയ്ക്ക് നിന്ന് നേടിയ സ്ഥാനാർത്ഥിയാണ് അന്ന് മുരളീധരൻ എന്ന് നോക്കണം. അന്ന് 1,53,439 വോട്ടിൻ്റെ ഭൂരിപക്ഷം MA ഷാനവാസിനുണ്ടായിരുന്നു. മുരളീധരനെ പോലെ കോൺഗ്രസിൻ്റെ വോട്ട് 1 ലക്ഷത്തോളം വോട്ട് മുരളീധരൻ അവിടെ നിന്ന് വലിച്ചിട്ടും 1,53,000 വോട്ട്, 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം നേടാൻ MA ഷാനവാസ് കഴിഞ്ഞു. ഇതേ MA ഷാനവാസ് തന്നെയാണ് 2014 UDF സ്ഥാനാർത്ഥിയാകുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് 50%-ൽ നിന്ന് 41.21%-ലേക്ക് താഴ്ന്നു. 3,77,035 വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. LDFിന് സത്യൻ മുഖേരിയാണ് അന്ന് മത്സരിച്ചത്. സത്യൻ മുഖേരി അന്ന് 3,56,165 വോട്ട് സത്യൻ മുഖേരി ലഭിച്ചു. BJP സ്ഥാനാർത്ഥി 3-ൽ നിന്ന് 8%-ലേക്ക് 8.83%-ലേക്ക് റാസ്മിൽ നാഥ് എത്തിച്ചു. 80,752 വോട്ട്. അന്ന് അവിടെ ഈ LDFിൻ്റെ സ്വതന്ത്രനായി നിന്ന് നിലമ്പൂരിൽ നിന്ന് ജയിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ LDF വിട്ട PV അൻവർ മത്സരിച്ചിരുന്നു സ്വതന്ത്രനായി. അദ്ദേഹം അന്ന് 37,123 വോട്ട് അദ്ദേഹം അന്ന് നേടിയിരുന്നു. അപ്പോൾ 4% വോട്ട്, 4.06% വോട്ട് നേടി. അന്ന് MA ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 20,870 മാത്രമായിരുന്നു എന്നത് ആലോചിക്കണം. മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും അന്ന് ഭൂരിപക്ഷം നേടിയത് LDF സ്ഥാനാർത്ഥിയായ സത്യൻ മൊകേരിയാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സത്യൻ മൊകേരി അന്ന് വയനാട് ജില്ലയുടെ ഭാഗമായി സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഭൂരിപക്ഷം നേടിയ ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു എന്നത് ഓർക്കണം. കണക്ക് പരിശോധിച്ചാൽ അത്തരമൊരു മേൽക്കൈ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അന്ന് എതിരാളിയായി മത്സരിച്ചത് MA ഷാനവാസാണ്. MA ഷാനവാസ് 5 വർഷം കൊണ്ട് 1.5 ലക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷം 20,000-ലേക്ക് എത്തിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു എന്നതുകൂടി ആലോചിക്കണം. ഇനി 2019 2019 കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെ പാടെ മാറിമറിഞ്ഞത്. പ്രത്യേകിച്ച് അത് വയനാടിനെ കേന്ദ്രീകരിച്ചായിരുന്നു. വയനാട് ഒരു അച്ചുതണ്ടായി നിന്നുകൊണ്ടാണ് കേരളം ആകെ അന്ന് UDFിൻ്റെ തരംഗം ആഞ്ഞടിച്ചത്. UDF 19 സീറ്റുകളിലും വിജയിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയത്. അന്ന് UDF സ്ഥാനാർത്ഥിയായി എത്തിയ രാഹുൽ ഗാന്ധി 7,06,367 വോട്ട് നേടി. 64.94%, 65% വോട്ട് നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥിയായ PP സുനീറിന് 25.24% വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ. 2,74,597 ആയിരുന്നു. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് അതിനു മുമ്പ് BJPക്ക് ലഭിച്ച 8% വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ല. 7.25%-ലേക്ക് താഴ്ന്നു. 78,816 ആയിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ വോട്ട്. 4,31,770 എന്ന വമ്പൻ മാർജിനിലാണ് അത്തവണ രാഹുൽ ഗാന്ധി വയനാട് നിന്ന് വിജയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ എല്ലാ 7 നിയമസഭാ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി എതിരാളിയായി മത്സരിച്ച PP സുനീറിന് ലഭിച്ചതിനേക്കാൾ ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ഒക്കെ വോട്ട് നേടിയാണ് അന്ന് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വിജയിച്ചത് എന്നതുകൂടി ഓർക്കണം. അത്രത്തോളം വലിയ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നത്. 2024-ലും രാഹുൽ ഗാന്ധി തൻ്റെ ഭൂരിപക്ഷം അധികം കുറയാതെ പിടിച്ചു നിന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് അന്ന് 6,47,445 ആയിരുന്നു. വോട്ടിംഗ് ശതമാനം 59.69. യഥാർത്ഥത്തിൽ 5% വോട്ടിൻ്റെ കുറവാണ് 2019-ൽ നിന്ന് 2024-ലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്കുണ്ടായത്. മറ്റൊരു മണ്ഡലമായിരുന്നെങ്കിൽ 1-2%-നും 0.5%-നുമൊക്കെ വിജയം മാറി മറിയുന്ന ഒരു മണ്ഡലത്തിലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോയേക്കാവുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത്. 59.69 എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വല്ലാതെ കുറവുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും.
LDFന് 26.9% വോട്ട് ലഭിച്ചു. ആനി രാജയാണ് മത്സരിച്ചത്. ദേശീയ തലത്തിൽ നിന്ന് CPIയുടെ നേതാവ് കൂടിയാണ്. BJPക്ക് വേണ്ടി കെ സുരേന്ദ്രൻ തന്നെയാണ് രംഗത്തിറങ്ങിയത്. കെ സുരേന്ദ്രൻ അന്ന് 13% വോട്ട് നേടി. BJPയെ സംബന്ധിച്ച് അതൊരു വലിയ വിജയം തന്നെയാണ്. BJPക്ക് വോട്ടിംഗ് ശതമാനത്തിൽ നല്ലൊരു വർധനവുണ്ടാക്കാൻ കെ സുരേന്ദ്രൻ അവിടെ കഴിഞ്ഞു. 1,41,045 വോട്ടാണ്. ഈ 1ഉം 2 സ്ഥാനവുമായി അടുത്ത് നിൽക്കുന്നില്ല എങ്കിൽ പോലും വല്ലാതെ കുറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് സുരേന്ദ്രൻ മെച്ചപ്പെടുത്തിയെന്ന് വേണം പറയാൻ. 3,64,422 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഇനി ഈ വിവിധ കാലങ്ങളിലെ ആ ഭൂരിപക്ഷ കണക്കുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. 2009 1,53,439 വോട്ട്, 1,50,000 മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MA ഷാനവാസാണ്. അതേ സ്ഥാനാർത്ഥി 2014 എത്തുമ്പോൾ 20,870 കുറയുന്നു. അത് വളരെ ചെറിയൊരു ഭൂരിപക്ഷമാണ്. ആർക്കും സുരക്ഷിതമായി വിജയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ ഭൂരിപക്ഷമല്ല ഒരു ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 20,000 എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് 5 വർഷം കൂടി കഴിഞ്ഞ് 2019 രാഹുൽ ഗാന്ധി എത്തുമ്പോൾ വയനാട് മണ്ഡലം ചരിത്രത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, നമുക്ക് 2009 കണക്കൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനൊപ്പം കെ മുരളീധരൻ പിടിച്ച ഒരു 1 ലക്ഷം വോട്ടോട് ചേർത്താൽ പോലും 2,53,000, ഒരു 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് കണക്കൂട്ടാം. അവിടെ നിന്നാണ് 4,31,770 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. പക്ഷേ തൊട്ടടുത്ത തവണ 2024, ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3,64,422 ആയിരുന്നു. അങ്ങനെ ഒരു ഏകദേശം 80,000-അടുത്ത് വോട്ടിൻ്റെ കുറവ് ഭൂരിപക്ഷത്തിൽ ഉണ്ടായി എന്നതുകൊണ്ട് ഇനി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ആ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയുമോ, അതോ ഇനി ഭൂരിപക്ഷം കുറയുമോ എന്നൊക്കെ ഇനി 23-ന് വോട്ടെണ്ണുമ്പോൾ മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ്. എന്തായാലും പൊതുവെ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായ തരംഗം തന്നെയാണ് അവിടെയുള്ളത്. വയനാടിനെ സംബന്ധിച്ചാണെങ്കിൽ മറ്റ് ജില്ലകളെ പോലെയല്ല, ഒട്ടേറെ പ്രശ്നങ്ങളുള്ളൊരു ജില്ല കൂടിയാണ്. വന്യജീവി പ്രശ്നം ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മനുഷ്യരും വന്യജീവികളുമായിട്ടുള്ള നിരന്തരമായ സംഘർഷങ്ങളുണ്ടാകുന്ന സ്ഥലം. കാർഷിക പ്രതിസന്ധി ഇന്നും അതിരൂക്ഷമായി നിൽക്കുന്ന സ്ഥലമാണ്. കേരളത്തിലെ മറ്റേത് ജില്ലയും മറ്റേത് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി പരിശോധിച്ചാലും വികസനത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന 3-4 കോൺസ്റ്റിറ്റ്യുവൻസി പരിശോധിച്ചാൽ അതിലൊന്ന് വയനാടാണ് എന്നതുകൂടി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി വന്നിട്ടും അങ്ങനെ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്കും അവിടെ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ NDA ആണ്, BJP നേതൃത്വത്തിലാണ്. കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ LDF ആണ്, CPM നേതൃത്വത്തിൽ. ഈ രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലൊരു സഹായം കിട്ടും എന്നൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും അദ്ദേഹം ജനങ്ങളെ വെറുപ്പിച്ചില്ല എന്നുള്ളത്, ജനങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം നിലനിർത്താനും തൻ്റെ പ്രവർത്തനങ്ങളുടെ തന്നോടുള്ള ഇഷ്ടമൊക്കെ നിലനിർത്താനുമൊക്കെ കഴിഞ്ഞു എന്നത് വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ അപ്പോഴും വികസനമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വയനാട്ടിൽ നിൽക്കുകയാണ്. ഗതാഗത പ്രശ്നമടക്കം വയനാടിനെ സംബന്ധിച്ച് മറ്റു ജില്ലകളുമായി മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ടൊക്കെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങളുടെ മുന്നിലേക്ക് പ്രധാനമായും വരുന്നത് ഇത് പ്രിയങ്ക ഗാന്ധി വരുന്നു, അപ്പോൾ ഇത് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുന്നു, അങ്ങനെ ഒരു പരിഗണന. ഒപ്പം BJPക്കെതിരെ ഇന്ന് ഇന്ത്യയിൽ പടപൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയിൽ ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ സഹോദരി തന്നെ വരുന്നു. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാളി എന്ന പ്രതിച്ഛായുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യ ആകെ ഭാരത് ജോഡോ യാത്ര പോലെ ഇന്ത്യ ആകെ സഞ്ചരിച്ച് അത്തരത്തിൽ ഇന്ത്യയെ നയിക്കാൻ കഴിയുന്ന നേതാവ് എന്ന പ്രതിച്ഛായ നേടിയ രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്ന പ്ലസ് പോയിന്റ് കൂടി വരുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം വലങ്കൈയായി പ്രിയങ്ക ഗാന്ധിയെ പോലൊരാൾ പാർലമെൻറ്റിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. മറ്റൊരു വശത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മാറിയാൽ പ്രിയങ്ക ഗാന്ധിയാണോ വരേണ്ടത്? കേരളത്തിൽ അങ്ങനെ ഒരു പതിവുണ്ടോ? ചില മണ്ഡലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ മരണശേഷമൊക്കെ ആളുകളെ അനന്തരഗാമികളെയൊക്കെ മത്സരിപ്പിച്ചിട്ടുണ്ട്, ഭാര്യയെയും മക്കളെയും ഒക്കെ മത്സരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ MP ആണ്, 2 മണ്ഡലത്തിൽ മത്സരിച്ചു. അവിടെ ഒരു മണ്ഡലത്തിൽ ഒഴിയുമ്പോൾ സഹോദരിയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ 2 സീറ്റുകൾ മത്സരിച്ചിട്ട് അവിടെ നിന്ന് ഒരാൾ ഒഴിയുമ്പോൾ അവരുടെ സഹോദരങ്ങളെ, ഭാര്യയൊക്കെ മത്സരിപ്പിക്കുന്ന പതിവൊക്കെ പല സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു പതിവ്, ഒരാൾ 2 മണ്ഡലത്തിൽ നിന്ന് ഒന്നൊഴിഞ്ഞ് സഹോദരങ്ങളെ മത്സരിക്കുക, വീട്ടുകാർക്ക് തന്നെ കൊടുക്കുക, അത് ചിലപ്പോൾ എതിർപ്പായി മാറുമോ? അതോ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയുള്ള ഒരു പിന്തുണ പ്രിയങ്ക ഗാന്ധിക്കുണ്ടോ എന്നുള്ള ചോദ്യം. ആദ്യമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിനു മുമ്പ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. രാഷ്ട്രീയത്തിലും പ്രിയങ്ക ഗാന്ധിയുടെ റെക്കോർഡ് അങ്ങനെ ഒരു മെച്ചപ്പെട്ട റെക്കോർഡൊന്നുമല്ല. 10 വർഷത്തിൽ താഴെ മാത്രമാണ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ തുടങ്ങിയിട്ട്. നേരിട്ടല്ലാതെയുള്ള ഇടപെടൽ എത്രയോ കാലമായി തുടങ്ങിയതാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നേരിട്ടൊരു ഇടപെടൽ, അങ്ങനെ ഒരു ഇടപെടലിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുത്തത് UP ആണ്. പക്ഷേ UPയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു UP. കോൺഗ്രസിൽ നിന്നും ഏറ്റവും അടിവേരുകളൊക്കെ ഉള്ള ഒരു
സംസ്ഥാനം തന്നെയാണ് യു പി. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതം കാണിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് എന്ന് പറയാനോ 2009 രാഹുൽ ഗാന്ധിക്ക് അവിടെ അങ്ങനെ ഒരു പെർഫോമൻസ് ലോക്സഭയിൽ കാണിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. 21 സീറ്റ് നേടി 21 സീറ്റ് നേടിക്കൊണ്ട് അങ്ങനെ ഒരു വിജയത്തിലേക്കൊക്കെ എത്തിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിരുന്നു. തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിലും പാടെ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ സോണിയാഗാന്ധി മാത്രമായി തീരുന്ന അവസ്ഥയുമൊക്കെ കോൺഗ്രസിനുണ്ടായി, അത് വേറൊരു കാര്യം. പക്ഷേ ഒരിക്കലെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞ ഒരാളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ടുള്ള മത്സരം തുടർച്ചയായി നിന്നുകൊണ്ട് ബി ജെ പിക്കെതിരെ പോരാടുന്നു. പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ബി ജെ പിയെ നേരിടാൻ ശേഷിയുള്ള ഒരു മുന്നണിയുടെ നേതാവായി, ഇന്ത്യ മുന്നണിയുടെ നേതാവായി മാറാനൊക്കെ കഴിഞ്ഞു എന്നുകൊണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അത്തരമൊരു എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല അവരുടെ നേതൃവൈഭവം. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകളെ വെറുപ്പിക്കാതെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു പ്രത്യേക കഴിവൊക്കെ ഉള്ള ആൾ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് തന്നെ വിജയത്തിൻ്റെ കാര്യത്തിലല്ല, അവർ എത്ര ഭൂരിപക്ഷം നേടുന്നു അതുതന്നെയാവും വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വയനാടിനെ വിലയിരുത്തുന്നത് അങ്ങനെയാവും. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിഞ്ഞാൽ പ്രിയങ്കയ്ക്ക് അത് വലിയ നേട്ടമാണ്. അതുതന്നെ വലിയ ഭൂരിപക്ഷത്തിലാണ് മറികടക്കാൻ കഴിഞ്ഞെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെ അവകാശപ്പെടുന്നത് പോലെ 5 ലക്ഷത്തിലേക്കൊക്കെ ഭൂരിപക്ഷം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് പ്രിയങ്കയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കോൺഗ്രസ്സിനാകെ കേരളത്തിൽ വലിയ ഉണർവ് കൂടി നൽകുന്നൊരു നേട്ടമായി മാറും. ഇനി അതല്ല, രാഹുലിൻ്റെ ഭൂരിപക്ഷമെങ്കിലും ഈ 3.5 ലക്ഷമെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ ഒക്കെ കഴിയും. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രതിച്ഛായ ഉണ്ട്, അതിന് ഗുണമുണ്ട് എന്നൊക്കെ പറയാൻ കഴിയും. പക്ഷേ അത് വല്ലാതെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ 1 ലക്ഷത്തിലേക്കോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ഭൂരിപക്ഷം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസ്സിന് അങ്ങനെ ആരെ നിർത്തിയാലും ജയിക്കാൻ കഴിയുന്നൊരു മണ്ഡലമല്ല വയനാട് എന്ന തരത്തിലൊക്കെ പറയേണ്ടി വരും. അതിനെ നമുക്ക് വിജയമായി പോലും ചിലപ്പോൾ ഒരു തരത്തിൽ സാങ്കേതികമായ വിജയമാണെങ്കിലും അതിനെ അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിജയം എന്നുള്ള മട്ടിലൊക്കെ കാണാൻ പ്രയാസമാവും. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ വയനാട്. കാരണം ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്നത് വയനാട്ടിൽ പ്രിയങ്ക ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളൊരു ചോദ്യമല്ല ഉയരുന്നത്, പ്രിയങ്ക ഗാന്ധിക്ക് എത്ര ഭൂരിപക്ഷം അവിടെ നേടാൻ കഴിയും എന്നുള്ള ചോദ്യം തന്നെയാണ്. സത്യൻ മൊകേരിയെ പോലെ മണ്ഡലത്തിൽ സുപരിചിതനായ ഒരാൾ, വിജയത്തിനടുത്ത് എത്തിയ ഒരാളാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് 20,000 ഭൂരിപക്ഷത്തിലേക്ക് എം.ഐ. ഷാനവാസിനെ ഇറക്കിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞ ഒരു പോരാളി കൂടിയാണ് സത്യൻ മൊകേരി. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായിട്ടൊക്കെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ആനി രാജയെ പോലൊരു ദേശീയ നേതാവല്ല എങ്കിൽ പോലും വയനാടുകാർക്ക് കൂടുതൽ സുപരിചിതനായ നേതാവ് സത്യൻ മൊകേരിയാണ്. അങ്ങനെ സത്യൻ മൊകേരി അവിടെ എത്തുന്നു എന്നുള്ളത് സ്വാഭാവികമായും ആ ഒരു തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ് ഇടതുമുന്നണിക്ക്. അത്തരത്തിൽ അദ്ദേഹം എത്ര വോട്ട് പിടിക്കുന്നു അതുതന്നെയാവും വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാവുക. എന്തായാലും വയനാടിൻ്റെ കൃത്യമായ വിധിയറിയാൻ, ആർക്കാണ് അവിടെ രാഷ്ട്രീയ വിജയമെന്നറിയാൻ 23-ാം തീയതി വോട്ടെണ്ണും വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും.